അപ്പോൾ ഞങ്ങൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോവുകയാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ആ കാണുന്ന ഓൺ ടൈം എന്ന് കാണിക്കുന്ന ഫ്ലൈറ്റാണ് ഞങ്ങളുടേത്. എത്തിയാതാണ്. ഞങ്ങൾ ഫെബ്രുവരി 28 ശരിക്കും ഇവിടെ വന്നിട്ട് ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് തിരിച്ചു പോയതായിരുന്നു. അപ്പോൾ കുറേ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ഒക്കെ ഓപ്പണാണ്. അതൊക്കെ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര ഒട്ടും തിരക്കൊന്നും ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ചെക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ഈ ഉഡാൻ യാത്രി കഫേ എന്ന് പറയുന്ന സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. എനിക്ക് തോന്നുന്നു കുറച്ച് റീൽസിലൊക്കെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് നോക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ ചെക്കിനൊക്കെ ഓക്കെ ആയിട്ട് കഴിഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങളൊരു കോഫിയും ഒരു ചായയും പിന്നെ ഇവിടെ നിന്നൊരു ഗുലാബ് ജാമും പിന്നെ ഒരു സമൂസയും കാണിച്ച് കഴിച്ചു. അപ്പോഴാണ് ഒരു സമാധാനമായത്. മീൻസ് കഴിച്ചപ്പോഴല്ല, ചെക്കിൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ സമാധാനമായിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചു, ക്യാഷൊക്കെ കൊടുത്തു. കഴിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ ചെക്കിനിലേക്ക് പോവുകയാണ്. അപ്പം ചെക്കിൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ചെക്കിനല്ല, നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ്. അപ്പം എല്ലാം കഴിഞ്ഞു. ഇനി ബോർഡിംഗ് ആണ്. ബോർഡിങ് തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്. കാരണം കുറേ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ക്യാൻസൽ ആവുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ കണ്ടതായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളിവിടുന്ന് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. സൂര്യാസ്തമയത്തിൻ്റെ സമയം തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റിനകത്തിരുന്നിട്ട് സൂര്യാസ്തമയം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് കാണുന്നത്. ബൈ ദ വേ ഞങ്ങൾ എമർജൻസി എക്സിറ്റിൻ്റെ സൈഡായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ വായിച്ച് നോക്കുമായിരുന്നു. ഇനി എങ്ങാനും ചടേണ്ട അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഭയങ്കര നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു. ഇവിടേക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് തോന്നുന്നില്ല. അത്രയും ശാന്തമായിട്ടിരിക്കുന്നു. എല്ലാം നന്നായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങളിത് എവിടേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് ലണ്ടനിലേക്കാണ്. ഇവിടെ ഇറങ്ങിയപ്പോഴും ഈ കാണുന്ന പോലെ ഭയങ്കര അധികം തിരക്കൊന്നുമില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി അതെങ്ങാനും ക്യാൻസൽ ആകുമോ എന്നുള്ള കാര്യമായിരുന്നു. എനിവേ എയർപോർട്ടൊക്കെ ഭയങ്കര അത്യാവശ്യം സജീവമാണ്. വേറെ സ്ഥലത്തേക്കുള്ള ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അപ്പം ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിലേക്ക് ഇനി ബോർഡ് ചെയ്യാണ്. അപ്പം ബോർഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും ഞങ്ങൾ എമർജൻസി എക്സിറ്റ് തന്നെയാണ്. എന്നിട്ട് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല അതിനകത്തിരുന്നിട്ട്. ഇത് ഭയങ്കര വലിയൊരു ഫ്ലൈറ്റാണ്. എന്തോ ഒരു പേരുണ്ട്, 360 അങ്ങനെ എന്തോ സംഭവം. വലിയ ഫ്ലൈറ്റാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ യാത്രയൊക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ലണ്ടൻ ഹീത്രൂവിൽ ലാൻഡ് ചെയ്തു. ഇനി നമ്മൾ കോച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കോച്ചൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോച്ചിൽ കയറിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോവാണ്. ബ്രോഡ്മാഷിൽ ചെല്ലണം. ഇനി അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി വിളിച്ചു. ഇനി വീട്ടിലേക്ക് പോവാണ്. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ഈ സ്ഥലത്ത് വരുന്നത്. എൻ്റെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഒരു ദിവസത്തെ ഓഫുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാം പഴയതേക്ക്